5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ആയ രാജാക്കന്മാരുടെ കാലം മുതൽ എന്ന് പറഞ്ഞാൽ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചിന്തയിൽ വന്ന ഒരു വിഷയം. കാലാകാലങ്ങളിൽ വന്ന ഗവൺമെൻറ്റുകളെല്ലാം തന്നെ അതിനുവേണ്ടി അവരുടേതായ ചില ശ്രമങ്ങൾ നടത്തി. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ മദർ പോർട്ട് ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. രാജ്യത്തിലെ പ്രധാനമന്ത്രി അത് രാജ്യത്തിന് സമർപ്പിക്കുന്നു. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി മറ്റെല്ലാ ആളുകൾ, മന്ത്രിമാർ, MP-മാർ, MLA-മാരെല്ലാം പങ്കെടുക്കുന്നു. പക്ഷെ കേരളത്തിനൊരു കുഴപ്പമുണ്ട്. അതെല്ലാ കാലവുമുണ്ട്, എല്ലാ പദ്ധതികളിലുമുണ്ട്. നമ്മൾ ഏത് പദ്ധതിയിലും ഒരു കല്ലുകടിയോടുകൂടി ഒരടിയോടുകൂടിയേ നടത്തത്തുള്ളൂ. ഉദ്ഘാടനമൊക്കെ ഒരു ചെറിയ അടി അതിനകത്ത് കാണും, എങ്കിലേ നമുക്കതിനൊരു സുഖം വരത്തുള്ളൂ. ഒരു വിവാദം നമുക്ക് കാണും, അല്ലെങ്കിൽ ഒരു സുഖം വരത്തില്ല. ഇപ്പൊ തന്നെ ഇതിന്റെ പിതൃത്വത്തെക്കുറിച്ചാണ് വിവാദം നടക്കുന്നത്. EK നായനാരുടെ കാലത്ത് ഈ പദ്ധതിക്ക് വേണ്ടി നന്നായി ശ്രമം നടന്നിരുന്നു. അത് പലപ്പോഴും ആ ശ്രമം മുന്നോട്ട് പോയില്ല. VS അച്യുതാനന്ദന്റെ കാലത്ത് ശ്രമങ്ങൾ നടന്നിരുന്നു, അപ്പോഴും മുന്നോട്ട് പോയില്ല. ഇപ്പൊ നമ്മൾ പറയാതെ പറഞ്ഞില്ലെങ്കിൽ ഒരു പാപം കിട്ടുന്നൊരു പേര് കൂടിയുണ്ട്. ശ്രീ MV രാഘവൻ. അദ്ദേഹം തുറമുഖ മന്ത്രിയായിരുന്നപ്പോൾ ധാരാളം കാര്യങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് നീക്കി, പേപ്പർ വർക്ക് ഒരുപാട് മുന്നോട്ട് നീക്കി. ഉമ്മൻചാണ്ടിയാണ് കുറെ കൂടി അതിന് നിയതമായ രൂപം കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായ അതിനെ പ്രോജക്റ്റൊക്കെ ആക്കി അദാനിയെ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. ശശി തരൂർ ഒരു വിഷയം പറയുന്നുണ്ട്. അത് പക്ഷേ അദ്ദേഹം വ്യക്തിപരമായി പറയുന്നതായതുകൊണ്ട് വേറെ തെളിവ് നമുക്ക് എടുക്കാൻ കഴിയത്തില്ല. കിരൺ അദാനിയുമായിട്ടോ ആരാന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഫ്ലൈറ്റിൽ വെച്ച് അടുത്തിരുന്ന് യാത്ര ചെയ്തപ്പോൾ ഇതിന് ഇവിടെ കൊട്ടേഷൻ എടുക്കാൻ ആളില്ലാതെ വന്നപ്പോൾ, ഇതിൻ്റെ ടെൻഡർ എടുക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ഗ്രൂപ്പിനോട് എടുക്കണമെന്ന് ശുപാർശ ചെയ്തത് ഞാനാണെന്ന് ശശി തരൂർ പറയുന്നു. അത് നമുക്കൊരു MP പറയുന്നതുകൊണ്ട് വിശ്വാസത്തിലെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞ് ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിൽ വന്നിട്ടാണ് കലാകാലങ്ങൾ കൊണ്ടാണിത് പൂർത്തീകരിച്ചത്. പൂർത്തീകരിച്ചപ്പോഴോ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നില്ല. അപ്പോൾ അതിന് പറഞ്ഞ ന്യായം എന്താ? 7 പേരെ അങ്ങോട്ട് 6-7 പേരെ സ്റ്റേജിലിരുത്തേ ഉള്ളൂ. അപ്പോൾ 7 പേരെ അയക്കാവൂ. 15 പേരെ പേരയച്ചാൽ അവിടെ വെട്ടും. ഇവിടെ നിന്നൊരു 15 പേരെ, അത് അങ്ങനെയുണ്ട്. ഇപ്പോൾ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ 7 പേർക്കേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 8-9 പേരയച്ചാൽ അവർ ഏതെങ്കിലുമൊക്കെ വെട്ടും. അവരുടെ സ്ഥാപിത താല്പര്യം കൂടെ വെച്ചിട്ട് അവർ വെട്ടും. അപ്പോൾ കേന്ദ്രത്തിലേക്ക് ലിസ്റ്റ് അയക്കുമ്പോൾ 7 പേരെ പറ്റുള്ളെങ്കിൽ 7 പേരെ മാത്രം അയക്കുക പേര്. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ വയ്ച്ചാൽ ആ പ്രശ്നം തീർന്നു. അപ്പോൾ അത് വച്ചില്ല. കുറേ പേരുടെ പേര് വെച്ച കൂട്ടത്തിൽ 7-ലധികം ആളുകളുടെ പേര് വെച്ച കൂട്ടത്തിൽ സുരേഷ് ഗോപിയുടെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കൂടെ പേര് വെച്ചു. ഡൽഹി ചെന്നപ്പോൾ ഇപ്പോൾ അറിയുന്നത്, അതിൻ്റെ ശരിതെറ്റുകൾ എനിക്കറിയില്ല, പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് കൂടി വേണമെന്നൊരു നിർദ്ദേശം ഡൽഹിയിൽ നിന്നും വന്നു. സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് കയറി പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ പേര് കയറി പോകാനുള്ള സാധ്യത. പക്ഷേ ആ പേര് വന്നു. കാരണം അദ്ദേഹം മുൻ മന്ത്രി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും മുൻ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കൂടി വെക്കാം. തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു മുൻ മന്ത്രിയല്ലേ, മുൻ മന്ത്രിയായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടല്ലോ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, ഇങ്ങനെയെല്ലാം വന്നപ്പോൾ വലിയ തർക്കമാണ്. അപ്പോൾ ഉടനെ അടി തുടങ്ങി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ പടമില്ല. അത് വലിയ വിവാദം. അത് BJP-യാണ്, അങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉടനെ പ്രസ്താവനയായി വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ടവർ പറയുന്നു, രാജ്യത്ത് ഇതുപോലത്തെ പരിപാടികൾ നടക്കുമ്പോൾ പരസ്യത്തിൽ മുഖ്യമന്ത്രിമാരുടെ ചിത്രം വെക്കാറില്ല, പ്രധാനമന്ത്രിമാരുടെ ചിത്രം മാത്രമേ വെക്കാറുള്ളൂ. അപ്പോൾ അത് ആ വിവാദം. അതിനെ മറികടക്കാൻ വേണ്ടി സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റിൻ്റെതായ പരസ്യം കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ചിത്രം വെച്ച് സ്റ്റേറ്റിൻ്റെ പരസ്യം കൊടുക്കുന്നു. BJPയുടെ വക പരസ്യം കൊടുത്തിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖരനെ വെച്ച് പരസ്യം കൊടുത്തിട്ടുണ്ട്. അത് വേറെ കഥ. അത് അവർക്ക് രാഷ്ട്രീയമായി, അവർക്ക് മോഡി സർക്കാരിൻ്റെ ഒരു ഫൈനലൈസേഷൻ എന്നുള്ള നിലയിൽ അവരത് കൊടുക്കുന്നു. അപ്പോൾ ഇത് UDF, UPA, LDF, ഇങ്ങനെ നിരവധി സർക്കാരുകളുടെ നിരവധി കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് കൂടിയാണ് വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കുന്നത്. പക്ഷേ ഇതിന് ഓരോ കാലഘട്ടത്തിലും ഓരോ ഗവൺമെൻറ്റിന് അവരുടേതായ സംഭാവനകൾ വളരെ വലുതാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല. ഇതിനെയൊക്കെ വളരെ ഭംഗിയായി കൊണ്ടുപോകാതെ, ആരുടെയെങ്കിലുമൊക്കെ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ടല്ലാതെ, ആരുടെയെങ്കിലുമൊക്കെ കരച്ചിൽ വന്നുകൊണ്ടല്ലാതെ, ശാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ലാതെ, സങ്കടപ്പെടുത്തിക്കൊണ്ടല്ലാതെ നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യില്ല. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ ഒരു ശാപം, വികസന രംഗത്തെ നമ്മുടെ ഒരു ശാപം. അതവിടെ നിൽക്കട്ടെ. എന്തായാലും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ മദർ പോർട്ട് ഇന്നു മുതൽ സമ്പൂർണ്ണ തോതിലേക്ക് മാറുകയാണ്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വിഴിഞ്ഞത്തെ മാറ്റുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അത് മുതലാക്കുക, അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
അപ്പോൾ തീർച്ചയായും നമുക്ക് ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിവാദങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോൾ കേരളത്തിലൊരു അഭിമാന പദ്ധതിയായി മാറ്റി ഇന്ത്യക്കും ലോകത്തിനുമൊക്കെയുള്ള കപ്പലുകൾ എല്ലാം അവിടെ വരട്ടെ. വളരെ മനോഹരമായ രീതിയിൽ ഇനിയും വിവാദങ്ങൾ ഉണ്ടാക്കി തർക്കങ്ങൾ ഉണ്ടാക്കി പോകാതെ, ഇന്നിപ്പോൾ ചാനലുകൾ തുറന്നാൽ ഓരോരുത്തരും പറയും ഞങ്ങളുടേതാണ് പദ്ധതി, ഞങ്ങളാണ് അച്ഛൻ, ഞങ്ങളാണ് സ്വന്തം അച്ഛൻ, ഞങ്ങളാണ് വളർത്തച്ഛൻ, ഇങ്ങനെ പലരും പറയും. അതെല്ലാം അവിടെ നിൽക്കട്ടെ. കാലത്തിനും ചരിത്രത്തിനും ഇതെല്ലാം അറിയാം. കാലത്തെയും ചരിത്രത്തെയും നമുക്കങ്ങനെ മാറ്റിമറിക്കാൻ കഴിയില്ല. ഫയലുകൾ ഇതെല്ലാം സംസാരിക്കും. അപ്പോൾ ആയ രാജാക്കന്മാരുടെ കാലം മുതൽ വിവിധ തലങ്ങളിൽ വന്ന കാലാകാലങ്ങളിൽ വന്ന മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും എല്ലാവരുടെയും ഇടപെടലുകളിലൂടെ വന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് പൂർണ്ണത എത്തിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതിൻ്റേതായ ക്രെഡിറ്റ് അവരെടുത്തോട്ടെ. അതിനു മുമ്പ് ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർക്കുള്ളത് അവരവർക്ക് കൊടുത്തേക്കുക. ദൈവത്തിനുള്ളത് ദൈവത്തിനും, സീസറിനുള്ളത് സീസറിനും, അവരവർക്കുള്ളത് അവരവർക്കും കൊടുത്തേക്കുക.